ഇന്നത്തെ ഒരു മാധ്യമത്തിൽ പഴയ ഒരു പുരോഹിതൻ്റെ വാക്കുകൾ കാണാൻ കഴിഞ്ഞു. പ്രളയമാണ് അന്ന് ഈ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറ്റാൻ ഇടയാക്കിയത്. ഇനിയൊരു പ്രളയം ഉണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത്. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. നമസ്കാരം. ഇന്നലെ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കവേ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത്. മുഖ്യമന്ത്രി ഉദ്ദേശിച്ച പുരോഹിതൻ യാക്കോബായ സഭ നിരണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂറിലോസ് ആണ്. പ്രകോപന കാരണം മാർ കൂറിലോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. തെരഞ്ഞെടുപ്പിലെ LDF പരാജയത്തിലായിരുന്നു മാർ കൂറിലോസിന്റെ വിമർശനം. മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശത്തിന് പിന്നാലെ ഇന്ന് കൂടുതൽ പ്രതികരണങ്ങൾ വന്നു. ആ പ്രതികരണങ്ങളിലേക്ക് കൂടി പോകാം. ആ വിഷയം അവിടെ അവസാനിച്ചു. ഞാൻ പറഞ്ഞതാണ്. വ്യക്തിപരമായ പരാമർശങ്ങളോട് ഞാൻ ഒരിക്കലും ഒരിടത്തും പ്രതികരിച്ചിട്ടില്ല. അതിനി ഉണ്ടാകത്തുമില്ല. ഞാൻ എന്നും ഇടതുപക്ഷത്താണ്. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. എൻ്റെ ഹൃദയപക്ഷം തന്നെയാണ് എൻ്റെ പക്ഷം. അതിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. അത് മുഖ്യമന്ത്രി അങ്ങനെ ബിഷപ്പുമാരെ ഇടയ്ക്കിടയ്ക്ക് നികൃഷ്ടജീവിയെന്നും ഇപ്പം എന്താ വിളിച്ചേ വിവരദോഷിയെന്നും. അദ്ദേഹം വലിയ വിവരമുള്ള ആളല്ലേ. അപ്പോൾ എല്ലാവരെയും വിവരദോഷിയെന്ന് അദ്ദേഹത്തിന് പറയാമല്ലോ. അപ്പോൾ വിവരദോഷിയാണെന്നും നികൃഷ്ടജീവിയാണെന്നും ഒക്കെ പറയും. അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ്. പ്രകൃതിയെയും മനുഷ്യനെയും ഒക്കെ സ്നേഹിക്കുന്ന ഒരാളാണ് തിരുമേനി. അതുകൊണ്ട് ഞാൻ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുള്ള ആളാണെങ്കിലും തിരുമേനിയുടെ വിമർശനത്തിനെ സംബന്ധിച്ച ഒരു വാക്ക് പറഞ്ഞതും ചില വാർത്തകൾ ചാനലുകൾ വാർത്തയാക്കി. എന്താണെങ്കിലും ഉറച്ച നിലപാടുകൾ ഉറച്ചു പറയുന്നത് തന്നെയാണ് ഒരു നല്ല വ്യക്തിയുടെ ലക്ഷണം. തിരുത്തണമെന്ന് പറയുമ്പോൾ അസഹിഷ്ണുതയോടെ പ്രതികരിക്കുന്നത് നൽകുന്ന സൂചന എന്താണ്? വിമർശനം വിവരദോഷമോ? ന്യൂസ് ഈവനിംഗ് ചർച്ച ചെയ്യുന്നു. ഈ വിഷയമാണ്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥികൾ ശ്രീ റെജി ലൂക്കോസ്, ഇടത് നിരീക്ഷകൻ ശ്രീ N. ശ്രീകുമാർ, ഒപ്പം ശ്രീ ജോർജ് പൊടിപ്പാറ, മാധ്യമപ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം ശ്രീ റെജി ലൂക്കോസ്. മാർ കൂറിലോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരല്പം ദൈർഘ്യമുള്ളതാണ്. താങ്കൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാം. ഞാനത് ഒരിക്കൽ കൂടി വളരെ പെട്ടെന്നൊന്ന് വായിക്കാം. ജനങ്ങൾ നൽകുന്ന തുടർച്ചയായ ആഘാത ചികിത്സയിൽ നിന്ന് ഇനിയും പാഠം പഠിക്കാൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ ഇടതുപക്ഷത്തിന് ബംഗാളിലെയും ത്രിപുരയിലെയും അവസ്ഥ വരും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ തകർച്ചയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് നിലവിലെ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമാണ്. CPIM എത്ര നിഷേധിക്കാൻ ശ്രമിച്ചാലും അതൊരു യാഥാർത്ഥ്യമാണ്. സാമ്പത്തിക നയങ്ങളിലെ പരാജയം, അച്ചടക്കമില്ലായ്മ, ധൂർത്ത്, വളരെ മോശമായ പോലീസ് നയങ്ങൾ, മാധ്യമവേട്ട, സഹകരണ ബാങ്കുകളിൽ നടന്ന അഴിമതി, പെൻഷൻ മുടങ്ങിയതടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ, SFIയുടെ അക്രമാസക്ത രാഷ്ട്രീയം, വിമർശനത്തോടുള്ള അസഹിഷ്ണുത, മതസാമുദായിക സംഘടനകളെ അതിരുവിട്ട് പ്രീണിപ്പിക്കാനുള്ള ശ്രമങ്ങൾ, വലതുവത്കരണ നയങ്ങൾ തുടങ്ങി നിരവധി കാരണങ്ങൾ ഈ തോൽവിയുടെ നിദാനമാണ്. BJPയേക്കാൾ ഉപരി കോൺഗ്രസിനെയും ഫാഷിസത്തിനെതിരെ ധീരമായി പോരാടിയ രാഹുൽ ഗാന്ധിയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇടതുപക്ഷ പ്രചാരണം മതേതര വിശ്വാസികളിൽ സംശയമുണ്ടാക്കി. ഒന്നാം പിണറായി സർക്കാരിനെ അപേക്ഷിച്ച് രണ്ടാം സർക്കാരിന്റെ നിലവാര തകർച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ്. ഭൂരിപക്ഷം മന്ത്രിമാരുടെയും പ്രകടനം ദയനീയമാണ്. ധാർഷ്ട്യവും ധൂർത്തും ഇനിയും തുടർന്നാൽ ഇതിലും വലിയ തിരിച്ചടികളായിരിക്കും ഇടതുപക്ഷത്തെ കാത്തിരിക്കുക. എപ്പോഴും പ്രളയവും മഹാമാരികളും രക്ഷയ്ക്കെത്തണമെന്നില്ല. കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീഴില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ. തിരുത്തുമെന്ന് നേതൃത്വം പറയുന്നത് സ്വാഗതാർഹമാണ്. അത് പക്ഷേ തൊലിപ്പുറത്തുള്ള തിരുത്തലാകരുത്. രോഗം ആഴത്തിലുള്ളതാണ്. ചികിത്സയും ആഴത്തിൽ തന്നെ ഇറങ്ങണം. ഇടതുപക്ഷം ഇടത്ത് തന്നെ നിൽക്കണം. ഇടത്തോട്ടേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് വലത്തോട്ട് വണ്ടി ഓടിച്ചാൽ അപകടമുണ്ടാകും, ലക്ഷ്യസ്ഥാനത്ത് എത്തുകയുമില്ല. ഇതായിരുന്നു ആ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒരു പുരോഹിതൻ, ഈ പുരോഹിതനെ കുറിച്ചിപ്പോൾ നമ്മൾ കൂടുതൽ പറയേണ്ടതില്ല. അദ്ദേഹം എപ്പോഴും പുരോഗമനപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നയാളാണ്. ഇടതുപക്ഷത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പല വിഷയങ്ങളിലും നിലപാടുകൾ, ഈ ചർച്ചകളിൽ ഉൾപ്പെടെ വളരെ ചുരുക്കമായി അദ്ദേഹം പങ്കെടുക്കുക പോലും ചെയ്തിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ളതുമാണ്. അങ്ങനെ ഒരു പുരോഹിതൻ ഈ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതുമ്പോൾ അതിൽ വിവരദോഷം എവിടെയാണുള്ളത് ശ്രീ റെജി ലൂക്കോസ്? അനുജ, ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, ബഹുമാനപ്പെട്ട ആരാധനായ കൂറിലോസ് തിരുമേനിയുമായിട്ട് വളരെ അടുത്ത സൗഹൃദമുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് അദ്ദേഹത്തിൻ്റെ നിലപാടുകളെക്കുറിച്ച് വർഷങ്ങളായിട്ട് അദ്ദേഹം ഇടതുപക്ഷത്തോടൊപ്പം നിന്ന് ഇടതുപക്ഷ വേദികളിൽ ഇടതുപക്ഷമാണ് മനുഷ്യപക്ഷം, ഹൃദയപക്ഷം, യേശുവിൻ്റെ പക്ഷം എന്നുള്ള രീതിയിൽ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന ഒരു പുരോഹിത അല്ലെങ്കിൽ ഒരു വൈദിക ശ്രേഷ്ഠനും അതിലുപരിയായിട്ടൊരു ബിഷപ്പ് കൂടെയാണ് അദ്ദേഹം. അദ്ദേഹം ഇതിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് വളരെ
തിരുത്തലിന് വിധേയമാകേണ്ട രീതിയിലുള്ള ഒരു ഉപദേശമാണ് അദ്ദേഹം നൽകിയത്. പക്ഷേ അതിൽ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം എഴുതിയത് സ്വാഭാവികമായിട്ടും അനുജിക്കും എനിക്കാണെങ്കിലും പിന്നെ എന്താ പറയുക മാനസികമായിട്ട് സങ്കടം തോന്നും. പക്ഷേ അദ്ദേഹം ഉദ്ദേശം എന്താണെന്ന് അറിയില്ലേ പോലും. അത് രണ്ട് കാര്യങ്ങൾ പറയാം. ഒന്ന്, കിറ്റിനെ സംബന്ധിച്ചാലും ഈ കിറ്റ് കൊടുത്തുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരിക്കലും അത് ശരിയായ ഒരു സമീപനമല്ലായിരുന്നു. കാരണം യേശുക്രിസ്തുവാണ് ലോകത്തിൽ ആദ്യമായിട്ട് കിറ്റ് കൊടുത്തത്. 5 അപ്പം കൊണ്ട് 5000 പേരെ. ഒരു വലിയ ജനത ഭക്ഷണമില്ലാതെ നിന്നപ്പോൾ നിസ്സഹായം നിന്നവരുടെ മുമ്പിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ബൈബിൾ പ്രകാരം അദ്ദേഹമാണ് ലോകത്തിൽ ആദ്യമായിട്ട് ഭക്ഷണം 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുത്ത വ്യക്തിയാണ് യേശുക്രിസ്തു. ഇവിടെ എന്താണ് സംഭവം? ഞാൻ ഉദ്ധരിക്കാൻ ഒരു കാരണമുണ്ട്. ഇവിടെ ഒരു ഭരണകൂടത്തിൻ്റെ കടമ എന്താ? വളരെ ഭരണം എന്ന് പറഞ്ഞാൽ കോവിഡിൻ്റെ കാലത്ത് മനുഷ്യൻ വീടിനുള്ളിൽ ഇരുന്നപ്പോൾ അവരുടെ പിന്നെ വീടുകളിൽ കിറ്റുകൾ എത്തിച്ച് അവരുടെ വിശപ്പടയ്ക്ക് ഒരു സർക്കാരിനെ എങ്ങനെ കുറ്റപ്പെടുത്താൻ വരുന്നത്? നാളെ വന്നാലും ഇത് ചെയ്യും. കേരളത്തിലെ സർക്കാർ നാളെ വന്നാലും ഇത് ചെയ്യും. അതൊരു സംശയമില്ല കാര്യത്തിൽ. പിന്നെ പ്രളയം, ഇനി ഒരു പ്രളയം വരിക എന്നൊക്കെ പറഞ്ഞ് കേട്ട വിഷമം തോന്നും. പണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറ് ഒരു തമാശയായിട്ടാണെങ്കിൽ പോലും പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഏതെല്ലാം രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടെന്ന് അങ്ങനെ പറയാൻ പാടില്ല. അപ്പോൾ ഇനിയൊരു പ്രളയം, ഇപ്പം എനിക്ക് മനസ്സിലാക്കുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രളയ സാധ്യതയുള്ള ഒരു വർഷമാണ് കടന്നു പോകുന്നതാണ് കാലാവസ്ഥ നിരീക്ഷകരൊക്കെ പ്രഡിക്റ്റ് ചെയ്തിരിക്കുന്നത്. വിദേശത്തെ കേരളം അത് ബാധകമാണെന്ന് പറയണേ. അങ്ങനെ ഒരു പ്രളയം ഉണ്ടായാൽ ഈ വർഷവും കിറ്റ് കൊടുക്കും. ഒരു സംശയമില്ല, ജനങ്ങളെ സംരക്ഷിക്കും. 13.5 ലക്ഷം ആളുകളെയാണ് കഴിഞ്ഞ പ്രളയകാലത്ത് 2012 പ്രളയകാലത്ത് വിവിധ ക്യാമ്പുകളിൽ ജാതി മത വ്യത്യാസമില്ലാതെ കുബേരനെന്നോ കുചേലനെന്നോ ഉള്ള വ്യത്യാസം ഇല്ലാതെ കൊണ്ട് ക്യാമ്പുകളിൽ കഴിഞ്ഞ് നമ്മളെല്ലാം കണ്ടല്ലേ കേരളത്തിൻ്റെ ഒരു നന്മയായിരുന്നത്. അവരെ എല്ലാം ഈ രീതിയിൽ സംരക്ഷിച്ച സർക്കാർ തെരഞ്ഞെടുപ്പ് വോട്ട് പിന്നെ അടുത്ത പ്രാവശ്യം വരുന്നുള്ള പ്രതീക്ഷ ചെയ്തെന്ന് പറഞ്ഞാൽ അതൊരു അല്പം കടന്നുകയായിപ്പോയി. അത് ശരിയല്ല. ഒരുപക്ഷെ തിരുമേനി ഉദ്ദേശിച്ചത് വേറെ ആയിരിക്കാം. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തന്നെ നിങ്ങളത് കാണിച്ചില്ല. അതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. അതിലാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഒരു പദം ഉപയോഗിച്ചത്. പിണറായി വിജയനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളാണ്. ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചോളം അദ്ദേഹം എടുത്ത നിലപാടുകൾ നമുക്ക് എങ്ങനെ കുറ്റപ്പെടുത്താൻ പറ്റും? ഇപ്പോൾ കിറ്റിൻ്റെ കാര്യത്തിലായാലും അതുപോലെ നിബയുടെ കാര്യത്തിലായാലും ഓക്കിയുടെ കാര്യമൊക്കെ എനിക്ക് തോന്നുന്നു ആ സമയത്ത് നമ്മളൊക്കെ ചർച്ചയിൽ ഇരിപ്പുണ്ട്. ഒരു പരിചയമില്ല. 2200 പേരെയാണ് പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ഉൾക്കടലിൽ നിന്നും നേവിയുടെ സഹായത്തോടുകൂടി എല്ലാം അറേഞ്ച് ചെയ്തു. തൻ്റെ ഓഫീസിലിരുന്നുകൊണ്ട് ഇതെല്ലാം നിയന്ത്രിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അല്ലെങ്കിൽ അദ്ദേഹം കടപ്പുറത്ത് പോയി അവരുടെ കണ്ണീരൊപ്പുവെങ്കിൽ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ കടപ്പുറത്ത് ഉൾക്കടലിൽ തകർന്നതിനെ ഷിപ്പ് അയച്ചും ഹെലികോപ്റ്ററിൽ ഇവാക്യുവേറ്റ് ചെയ്തതാണ് അവർ രക്ഷപ്പെടുത്തിയത്. അപ്പോൾ അദ്ദേഹത്തിനൊരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് ഇങ്ങനൊരു വിമർശനം വരുമ്പോൾ അദ്ദേഹം കാടടച്ചൊന്നും വിമർശിച്ചിട്ടില്ല, വാക്ക് ഉപയോഗിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. പിന്നെ ഞാനെന്ന് ചോദിക്കട്ടെ, പിണറായി വിജയൻ മാത്രം പറയുമ്പോൾ നിങ്ങൾക്കെല്ലാം ഭയങ്കര മാനസിക വിഷമവും. സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ഡ്രൈവറെ മുതുകിന് ശക്തമായിട്ട് ഇടിച്ചു ഉപദ്രവിച്ചു. അതൊരു ദൈവിക അല്ലെ വിശുദ്ധ ഇടിയായിട്ടും മറ്റുള്ളവർ വിമർശിക്കുമ്പോൾ അതിനെല്ലാം താലോലിക്കുകയും വിശുദ്ധ ഇടിയായിട്ടൊക്കെ ആരെങ്കിലും പറഞ്ഞു എന്ന് എനിക്കറിയില്ല. ഇപ്പോ ഈ മറ്റുള്ളവർ പറയുന്നതും ഇതുമായി അതിപ്പോ ആരെന്ത് മോശം പരാമർശം നടത്തിയാലും നമ്മൾ അതിനോട് അനുകൂലിക്കില്ല എന്നുള്ളത് ഒരു കാര്യം അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പോൾ പിണറായി വിജയൻ എന്നുള്ളത് ആരാണ് ശ്രീ റെജി ലൂക്കോസ്? അല്ല, ഞാൻ പറയട്ടെ, ഒരു ഭരണാധികാരിയുടെ ബാധ്യത എന്താണ്? അദ്ദേഹത്തിൻ്റെ ചുമതല എന്താണ്? ഭരണത്തിലിരിക്കുമ്പോൾ അദ്ദേഹം ആ നാടിനെ സംരക്ഷിക്കുക, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക, പട്ടിണി ഇല്ലാതെ ഉണ്ടാരെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഒരു കടമയാണ്. ആ കടമ നിർവഹിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും അദ്ദേഹം എന്ന് പറഞ്ഞാൽ ശരീരഭാഷ മുഖ്യമന്ത്രിയായതിനു ശേഷം സൃഷ്ടിച്ചെടുക്കപ്പെട്ടതല്ല. അദ്ദേഹം കാലങ്ങളായിട്ടുള്ള പിണറായി വിജയൻ ഒരു മാറ്റമില്ല. അദ്ദേഹത്തിൻ്റെ സോപ്പിടിയിൽ സംസാരങ്ങൾ, പറയാത്ത നടക്കാത്ത കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് അഭിനയിക്കുക, ഇതൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ല. അദ്ദേഹം കൃത്യമായ നിലപാടെടുത്തു. അല്ലാതെ കൂർലോസ് തിരുമേനിയുടെ മറ്റ് വിമർശനങ്ങളെ അദ്ദേഹം പേരെടുത്ത് വിമർശിച്ചില്ല. അതിനെ സ്വാഗതം ചെയ്യുന്നു. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നവരാണ്, ഒരു തർക്കമില്ല. വിമർശിക്കാനുള്ള അവകാശമുണ്ട്. വിമർശനത്തിലൂടെ തിരുത്തപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹമാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ലോകത്തിൻ്റെ ചരിത്രം അത് തന്നെയല്ല ഇടതുപക്ഷത്തിൻ്റെ. അത് ഉദാഹരണത്തിന് നമുക്ക് എവിടെയെല്ലാം പറയാനുണ്ട്. ഇപ്പം ലെനിനെ കുറിച്ച് പറയാം, മാവോ സേസുവിനെ കുറിച്ച് പറയാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ പറഞ്ഞ ഒരു വാക്കിൻ്റെ പേരിൽ എനിക്ക് തോന്നുന്നത് കൂർലോസ് തിരുമേനിക്ക് പോലും അതിനകത്ത് അതൃപ്തി ഉണ്ടാകത്തില്ല. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞ ഇതിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ ഇനിയും എൻ്റെ ഹൃദയത്തിൽ ഇടതുപക്ഷമായിരിക്കുന്നു. സ്വാഗതം ചെയ്യേണ്ട ഒരു വാക്കാണ് അദ്ദേഹം പറഞ്ഞ അതെ, പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. അതിനപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പോകാനില്ല എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ്? ഈ പറഞ്ഞ കാര്യങ്ങൾ ഇനിയും പ്രളയം വരും എന്ന് ഉള്ള തരത്തിലേക്ക് വിചാരിച്ചുകൊണ്ട് കാത്തിരിക്കരുത് എന്ന് തന്നെയാണ് അദ്ദേഹം അതിലിപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ കിറ്റ് രാഷ്ട്രീയം അതെപ്പോഴും ഒന്നിലധികം പ്രാവശ്യങ്ങൾ അതിൽ ജനങ്ങൾ വീഴില്ല, പ്രളയവും മഹാമാരികളും എപ്പോഴും രക്ഷയ്ക്കെത്തണമെന്നില്ല. ഈ വരികളിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൽ കിറ്റ് രാഷ്ട്രീയത്തിൽ ഒന്നിലധികം പ്രാവശ്യം ജനങ്ങൾ വീടില്ല. അല്ല ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രളയം വരാനോ അല്ലെങ്കിൽ ഒരു കിറ്റ് രാഷ്ട്രീയത്തിലോ ഇനിയും ജനങ്ങൾ വീഴില്ല എന്ന് പറഞ്ഞാൽ ആ കിറ്റ് കൊടുത്തത് തെറ്റാണോ? എന്നു മുതലേ കിറ്റ് തെറ്റായത്? കേരളത്തിലെ ഈ A to Z വരെയുള്ള ആളുകൾ ഈ കിറ്റ് വാങ്ങിച്ച് ഭക്ഷണം കഴിച്ചു.
അന്ന് ഈ സർക്കാരിനെതിരെ ആരും ഒന്നും മിണ്ടിയില്ല. 6 മാസം കഴിഞ്ഞപ്പോഴല്ലേ, ഈ പാൻഡമിക് മാറിയപ്പോഴല്ലേ ഈ കിറ്റിനെതിരെ കുറ്റം പറഞ്ഞത്. അത് ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീകുമാർ, അങ്ങനെ ഒരു വ്യാഖ്യാനം അതിനുണ്ടോ? ഇപ്പൊ ഈ കിറ്റ് കൊടുക്കുന്നത് അതൊരു തെറ്റായ കാര്യമായി പോയി. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഒരു പ്രളയം അതൊക്കെ ഇനിയും വരട്ടെ എന്ന തരത്തിലേക്ക് പറയുന്നു. അങ്ങനെ ഒരു വ്യാഖ്യാനം ഇപ്പോ ഈ പുരോഹിതൻ പറഞ്ഞതിലുണ്ടോ? ആണെങ്കിൽ ആ സർക്കാർ നന്നാകട്ടെ എന്ന ഉദ്ദേശശുദ്ധിയോടെ വിമർശിക്കുമ്പോൾ ചില കഠിനമായ പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചെന്നിരിക്കും. ഇവിടെ കൂറിലോസ് തിരുമേനി പറഞ്ഞത് ഇനി ജയിക്കണമെങ്കിൽ പ്രളയവും കിറ്റും ഒന്നും വരില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം UDF കഴിഞ്ഞ 2021 LDF തെരഞ്ഞെടുപ്പിന് ശേഷം UDF പറഞ്ഞ കാര്യമാണ്. ഇത് ഗവൺമെൻറ്റിൻ്റെ നേട്ടമല്ല. മഹാമാരിയും പ്രളയവും ഒക്കെ ഉണ്ടായ സമയത്ത് ഒരു ഗവൺമെൻറ് ചെയ്യുന്ന പ്രാഥമിക കടമകൾ ചെയ്തപ്പോൾ അതിൽ ആകൃഷ്ടരായ ജനങ്ങൾ വോട്ട് ചെയ്തതാണ്, അല്ലാതെ അത് ഗവൺമെൻറ്റിനുള്ള പിന്തുണയല്ല എന്ന രീതിയിൽ UDF പറഞ്ഞിരുന്നു. അത് അന്ന് പരസ്യമായിട്ട് ആരും പറഞ്ഞില്ലെങ്കിൽ ശ്രീ കൂറിലോസ് തിരുമേനിയെപ്പോലുള്ളവർ അതിൻ്റെ വസ്തുത ഉൾക്കൊണ്ടിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ആ പ്രളയവും മഹാമാരിയും കിറ്റും എന്നുള്ള പദപ്രയോഗം. അപ്പോൾ അത് കേൾക്കുമ്പോൾ അരിശം വരുന്ന ഒരു ഭരണാധികാരിക്ക് പെട്ടെന്ന് അവിവേകമുണ്ടാവുകയും ആ അവിവേകത്തിൽ നിന്നും ആരാണോ തന്നെ വിമർശിച്ചത് അയാളെ വിവരദോഷി എന്ന് പറയാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. അപ്രകാരം ഉണ്ടാക്കിയെടുത്ത ഒരു കമ്മ്യൂണിസ്റ്റാണ് നമ്മുടെ മുഖ്യമന്ത്രി എന്ന് കൂറിലോസ് തിരുമേനിക്ക് തോന്നിയത് കൊണ്ടാണ് അദ്ദേഹം ആ കാര്യത്തെക്കുറിച്ച് പരാമർശിക്കാതെ താൻ നടത്തിയ വിമർശനം വീണ്ടും അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞത്. ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ മുഖ്യമന്ത്രി ഒരു കാര്യം ആലോചിക്കണമായിരുന്നു. മാർ കൂറിലോസ് തിരുമേനി എപ്പോഴും പറയാറുള്ളത് അദ്ദേഹം ഒരു ഇടതുപക്ഷ അനുഭാവിയാണെന്നാണ്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യാക്കോബായ സഭ LDFനാണ് ഏതാണ്ട് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നത്. തിരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ അരിശം മാർ കൂറിലോസ് തിരുമേനിയോടല്ല തീർക്കേണ്ടത്. ഈ സഭാ നേതാക്കന്മാർ ഒരു കാര്യം മനസ്സിലാക്കണം. എവിടെയാണോ ബഹുമാനം കിട്ടുന്നത് അവിടേക്കേ പിന്തുണ കൊടുക്കാവൂ. നിങ്ങളെ ആവശ്യമില്ല എന്നും ചില സന്ദർഭങ്ങളിൽ നിങ്ങൾ ഞങ്ങൾക്കൊപ്പം നിൽക്കേണ്ടവരാണെന്ന് ചിന്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ 2 വട്ടം ആലോചിക്കണം. അങ്ങനെ ആലോചിക്കാതെ എടുത്ത ഒരു തീരുമാനം യാക്കോബായ സഭയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് കരുതുന്നവരിൽ ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സഭ പിന്തുണച്ചിട്ടും ആ പിന്തുണച്ച സഭയുടെ ഒരു പ്രമുഖനായ സഭ ഇപ്പോൾ അതിനെയൊക്കെ തള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ ശ്രീകുമാർ. അതായത് ഇപ്പോൾ ഈ ഇദ്ദേഹം പറയുന്ന അഭിപ്രായം വ്യക്തിപരമാണ്, സഭയ്ക്ക് അതുമായി ഒരു ബന്ധവുമില്ല എന്ന് സഭ ഇതിനോടകം തന്നെ അത് റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ശരിയാണത്. കാരണം സഭയുടെ അഭിപ്രായം സഭയുടെ വക്താവാണ് പറയേണ്ടത്. കൂറിലോസ് തിരുമേനി സഭാ വക്താവല്ല. പക്ഷേ കൂറിലോസ് തിരുമേനി ആരാണ്? ഈ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാമല്ലോ. സഭയുടെ ഔദ്യോഗിക വക്താവാണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹം ഇവിടെ ബഹുമാനിക്കപ്പെടുന്ന ഒരു പുരോഹിത ശ്രേഷ്ഠനാണ്. അതാണ് മനസ്സിലാക്കുന്നത്. കമ്മ്യൂണിസ്റ്റുകാരൻ വിളിക്കുകയാണെങ്കിൽ മുൻ പുരോഹിതനാണെങ്കിൽ അദ്ദേഹം ഉപേക്ഷിച്ച് അംഗവസ്ത്രം ഉപേക്ഷിച്ച് പോകേണ്ട കാലം കഴിഞ്ഞില്ലേ? അദ്ദേഹം ഇപ്പോഴും സഭയുടെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന യാക്കോബൈറ്റ് തന്നെയാണ്, സംശയം വേണ്ട. അദ്ദേഹം ആത്മാർത്ഥത കൊണ്ട് പറഞ്ഞ കാര്യങ്ങൾ അത് വിമർശനം ഉൾക്കൊള്ളുന്നു എന്ന് പറയണം. ആ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്നതിന് പകരം തന്നെ വിമർശിക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല എന്നൊരു ഒരു മുഖ്യമന്ത്രിക്ക് തോന്നുമ്പോൾ അത് പാർട്ടിയുടെ അഭിപ്രായമായിട്ട് മാറും. ഇവിടെ മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞ അഭിപ്രായം പാർട്ടി അവരുടെ അഭിപ്രായമാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പാർട്ടി മുഖപത്രത്തിൽ ആ വാക്കുകളും വാചകങ്ങളും വിവരദോഷി എന്നുള്ള വാചകങ്ങൾ അച്ചടിച്ചു വന്നത്. പാർട്ടി മുഖപത്രത്തിൽ പോളിറ്റ് ബ്യൂറോ അംഗത്തിൻ്റെ പ്രസ്താവന അച്ചടിച്ചു വന്നാൽ അത് പാർട്ടി അംഗീകരിച്ചു എന്നുള്ളതാണ്. മാത്രമല്ല പാർട്ടി സെക്രട്ടറി ഈ 4 മണി വരെ തള്ളി പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനർത്ഥം എന്താണ്? പാർട്ടിയാണ് ആ തീരുമാനിച്ചത്. കൂറിലോസ് തിരുമേനിയെ സംരക്ഷിക്കാൻ, അവർക്ക് പിന്തുണ നൽകിയ കൂറിലോസ് തിരുമേനിയെ, യാക്കോബ സഭയുടെ പ്രധാനിയെ സംരക്ഷിക്കാൻ പാർട്ടി വരുന്നില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കൂറിലോസ് തിരുമേനിയെ പോലുള്ളവർ ഇങ്ങനെ നേരത്തെ നമ്മൾ ഒരുപാട് വാക്കുകളൊക്കെ കേട്ടെങ്കിൽ ഞാനതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം രാഷ്ട്രീയക്കാർ ഓരോ സമയത്ത് ഓരോ വാക്കുകൾ പ്രയോഗിക്കുന്നതല്ലല്ലോ നമ്മുടെ ചർച്ച. ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട്, ഇതിനകത്ത് നയമുണ്ട്. എന്താണ് ആ നയം? ഇന്നലെ ഒരു പ്രോഗ്രസ് കാർഡ് ഇറക്കിയല്ലോ മുഖ്യമന്ത്രി. വാഗ്ദാനങ്ങൾക്കപ്പുറം നടപ്പാക്കിയെന്നാണ് പറഞ്ഞത്.
വാഗ്ദാനങ്ങൾക്കപ്പുറം നടപ്പാക്കിയെന്ന് വെച്ചാൽ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, വാഗ്ദാനങ്ങൾ നടപ്പാക്കി അതിനുശേഷം വീണ്ടും നടപ്പാക്കി. അതല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ ഇവിടെ നിൽപ്പുണ്ട്, പക്ഷേ അത് മറികടന്നുകൊണ്ട്, ഞങ്ങളത് ചാടിക്കടന്നുകൊണ്ട്, ഞങ്ങൾക്കത് നടപ്പാക്കാൻ പറ്റാത്തതുകൊണ്ട്, ക്ഷേമ പെൻഷൻ 6 മാസമായിട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളത് ചാടിക്കടന്ന് വേറെ കാര്യത്തിലേക്ക് നീങ്ങുന്നു എന്നും ആവാം. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊന്നും ശരിയല്ലെന്നും ഇനിയും നിങ്ങളെ രക്ഷിക്കാൻ, ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയെ രക്ഷിക്കാൻ ഇവിടെ പ്രളയമോ മഹാമാരിയോ ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പണിയെടുക്കൂ, നിങ്ങൾ ആത്മാർത്ഥതയോടെ ജനങ്ങളെ കാണൂ, നിങ്ങൾ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കൂ, നിങ്ങളുടെ ധാർഷ്ട്യം കളയൂ, നിങ്ങളുടെ അഹങ്കാരം കളയൂ എന്നുള്ളതാണ്. അത് ഉപദേശിക്കാൻ പറ്റിയ ഒരു തിരുമേനി അത് ഉപദേശിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുന്നു എന്ന് പറയുമ്പോഴാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭാഷ ഉണ്ടാകുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഭാഷയല്ല. ഇത് UDFും കോൺഗ്രസ്സുകാരൊക്കെ എപ്പോഴും ആരോപിക്കുന്നത് പോലെ ചെടിച്ചട്ടി കൊണ്ട് തലക്കടിച്ചാൽ രക്ഷാപ്രവർത്തനമാണെന്ന് പറയുന്ന ഒരു ഭരണാധികാരിയുടെ മനസ്സിനെക്കുറിച്ച് എന്താണോ കേരളം ചിന്തിച്ചിരുന്നത് അത് ആവർത്തിക്കപ്പെടുകയാണ്. ഞാൻ തിരുത്തും, ഞങ്ങൾ ശൈലി മാറ്റും എന്നൊക്കെ 2 ദിവസം മുമ്പ് പറഞ്ഞ മുഖ്യമന്ത്രി ആ പറഞ്ഞ കാര്യം ജനങ്ങൾ വായിച്ചറിയും മുമ്പ് തന്നെ വീണ്ടും പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം ജനങ്ങൾക്കൊപ്പം ഒറ്റ കാര്യം, ജനങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. റെജി ലൂക്കോസ് ഇവിടെ ചൈനയെക്കുറിച്ചും മാവോയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു, ശരിയാണ്. പക്ഷേ കേരളത്തിൽ ഇത് ഇല്ലാതായിപ്പോയി. ദേശീയ തലത്തിലുണ്ട്, സീതാറാം യെച്ചൂരിക്കുണ്ട്, പക്ഷേ കേരളത്തിലില്ല. ഈ പാർട്ടി ഇതിലെന്തു പറയുന്നു? മുഖ്യമന്ത്രിയുടെ നടപടി പാർട്ടി അംഗീകരിക്കുന്നോ ഇല്ലേ? അംഗീകരിച്ചു എന്നൊന്ന് പാർട്ടി പത്രം പറഞ്ഞു, അംഗീകരിക്കുന്നില്ലെങ്കിൽ അത് ഗോവിന്ദ മാഷ് പറയണം. ഒരു കാര്യം കൂടി, CPIയുടെ ഒരു പ്രാദേശിക നേതാവ് ഈ കൂർലോസ് തിരുമേനിയെ പിന്താങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അത് CPI പറയണം. ഞങ്ങൾ ആ പ്രകാശ് ബാബു എന്ന് പറഞ്ഞ പ്രാദേശിക നേതാക്കൾക്കൊപ്പമാണ്. പ്രകാശ് ബാബു പിന്തുണച്ചു എന്ന് നിങ്ങൾ എഴുതി കാണിക്കുമ്പോൾ അത് CPIയുടെ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് പോലും പരിഗണിക്കപ്പെട്ട, ഇപ്പോൾ രാജ്യസഭയിലേക്ക് പരിഗണിക്കപ്പെടുന്ന പ്രകാശ് ബാബു ആണെന്ന് ധരിച്ചേക്കാം. അതല്ല CPIയും ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കണം. അതെ, ഞാൻ താങ്കളിലേക്കും എത്താം. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇപ്പോ അതെ പറയൂ ശ്രീകുമാർ. അതെ, CPIഎമ്മിൻ്റെ പ്രകാശ് ബാബു, അത് തന്നെയാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ CPIഎമ്മിൻ്റെ പ്രകാശ് ബാബു അവിടുത്തെ ഏരിയ കമ്മിറ്റി നേതാവാണ്. ഇതിൽ CPI അഭിപ്രായം പറയണം. കാരണം CPIയുടെ അഭിപ്രായം എന്ന് വെച്ചാൽ അവർ ഈ മുഖ്യമന്ത്രി പറഞ്ഞതിനെ അംഗീകരിക്കുന്നുണ്ടോ എന്നുള്ള അവരുടെ അഭിപ്രായം പറയണം. കാരണം എന്താ വെച്ചാൽ അവരും ഈ തോൽവിയിൽ പങ്കാളികളാണ്, അവരും യാക്കോബ സഭയുടെ വോട്ടിൻ്റെ പങ്ക് പറ്റിയവരാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശരി ശരി. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു കഴിയുമ്പോൾ അതിൽ ഒരു കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന തരത്തിലേക്ക് അതിനെ ഉൾക്കൊള്ളാൻ ഒരു മുഖ്യമന്ത്രിക്ക് കഴിയേണ്ടതില്ല. കാരണം അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഓരോ പോയിന്റ് ബൈ പോയിന്റായി എടുത്തു പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഒരുപക്ഷെ സാധാരണക്കാർക്കൊക്കെ സംശയം തോന്നുന്ന തരത്തിലേക്കുള്ള വിഷയങ്ങളെല്ലാം അതിലുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, 1ാം പിണറായി സർക്കാരിനെ താരതമ്യം ചെയ്ത് പറയുന്നു, കൂടാതെ രാഹുൽ ഗാന്ധിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ നടത്തിയ പ്രചാരണം, ഇതൊക്കെ ജനങ്ങളിൽ സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ട് അത്തരത്തിലേക്ക് വിമർശനം വരുന്നു എന്നുള്ളത്. ഫാഷിസ്റ്റുകൾക്കെതിരെ പറയേണ്ടടുത്ത് അതിന് പകരം കൂടുതൽ രാഹുൽ ഗാന്ധിയെ അറ്റാക്ക് ചെയ്യുന്നത് എന്തുകൊണ്ട്? കൂടാതെ SFIയെ കുറിച്ച് പറയുന്നു, സഹകരണ ബാങ്കുകളുടെ കാര്യങ്ങൾ, മോശമായ പോലീസ് നയങ്ങൾ. ഈ പോലീസ് നയത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഘടകകക്ഷികളുടെ ഭാഗത്തുനിന്ന് പോലും തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം വിമർശനങ്ങൾ ഉയർന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരം ഒരു പിടി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതിൽ ഈ പ്രളയത്തെക്കുറിച്ചും കിറ്റിനെക്കുറിച്ചും പറഞ്ഞു എന്നുള്ളതാണോ മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചിട്ടുണ്ടാവുക? അനുജ, ആദ്യം തന്നെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ മുഖ്യമന്ത്രി അഭിവന്ദനായ ഗീവർഗീസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്തയോട് വിവരദോഷി എന്ന രീതിയിൽ, അല്ലെങ്കിൽ വിവരദോഷി എന്ന് വിശേഷിപ്പിച്ച ആ പ്രയോഗത്തെ അത് ശരിയായില്ല എന്ന് പറയാൻ ആർജവം കാണിച്ച ഒരു ഏരിയ കമ്മിറ്റി എങ്കിലും CPMൽ നിന്നുണ്ടായല്ലോ എന്നോർത്ത് എനിക്ക് സന്തോഷം തോന്നുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാണ്. ചില ഘട്ടങ്ങളിലെങ്കിലും പാർട്ടിയുടെ ചട്ടക്കൂടും പാർട്ടിയുടെ ഉരുക്കുമറയും അച്ചടക്ക ഭീഷണിയൊക്കെ മറികടന്ന് സത്യത്തെ ഉൾക്കൊള്ളാനും അത് തുറന്നു പറയാനുമുള്ള ആർജവും കുറെ കാലമായിട്ട് പാർട്ടിയിൽ ആരും കാണിക്കുന്നില്ല, അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു തലത്തിലും അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല എന്നതാണ് സത്യത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അപജയങ്ങളുടെ എല്ലാം അടിസ്ഥാന കാരണം. ഏതെങ്കിലും എത്ര അച്ചടക്കമുള്ള പാർട്ടിയാണെങ്കിലും ശരി, കടുത്ത തെറ്റുകൾ അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യം പാടെ ഇല്ലാതാകുന്ന ഒരു ഘട്ടം വന്നാൽ ആ പാർട്ടി കെട്ടുപോകും എന്നുള്ളതൊരു വസ്തുതയാണ്. CPMന് ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന അതാണ്. അല്ലെങ്കിൽ ഗീവർഗീസ് മാർ കൂർലോസ് നടത്തിയ ആ ഒരു പ്രസ്താവന, ആ ഫേസ്ബുക്ക് കുറിപ്പ് ഒന്ന് ഓരോ വരികളും എടുത്ത് പരിശോധിച്ചാൽ അതിൽ എന്താണ് അദ്ദേഹം പറഞ്ഞ തെറ്റ്? അതായത് അദ്ദേഹം എഴുതി വെച്ച അല്ലെങ്കിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ച ഓരോ കാര്യങ്ങളും ഏറെക്കാലമായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ നിരന്തരം ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്. മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് ധാർഷ്ട്യം കൂടുന്നു. അതുപോലെ തന്നെ ഒരു മുന്നണി എന്നുള്ള നിലയ്ക്ക് പല പാളിച്ചകൾ സംഭവിക്കുന്നു.
രണ്ടാം പിണറായി മന്ത്രിസഭയ്ക്ക് ഒന്നാം പിണറായി മന്ത്രിസഭയുടേത് പോലുള്ള ഒരു ഇമേജ് ഇല്ല. മന്ത്രിമാർക്കൊന്നും ജനങ്ങൾ അംഗീകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തന മികവ് ചൂണ്ടിക്കാണിക്കാനില്ല. മാത്രമല്ല, പല പോലീസ് നയം തികഞ്ഞ പരാജയമായി മാറുന്നു. ഇങ്ങനെ ഒന്നൊന്നായി മുഖ്യമന്ത്രി വസ്തുതകൾ കാണുന്നില്ല. അങ്ങനെ ഒന്നൊന്നായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെല്ലാം ഏറെക്കാലമായിട്ട് ഇവിടെ പ്രതിപക്ഷം പറയുന്ന പലപ്പോഴും ഒരു വിമർശനമെന്ന നിലയ്ക്ക് എടുക്കാം, അത് വേണമെങ്കിൽ അവഗണിക്കാം, ഞങ്ങൾ അങ്ങനെയല്ല എന്നൊക്കെ പറയാം. പക്ഷെ ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം അതുപോലെ തന്നെ ഇവിടെ അത്യാവശ്യം എന്താ പറയാ ചിന്തിക്കുന്ന ആളുകള്, രാഷ്ട്രീയത്തെ നന്നായി നിരീക്ഷിക്കുന്ന ആളുകള്, ചിന്തകര്, എഴുത്തുകാര് എല്ലാം, MT വാസുദേവൻ നായർ പോലും പറഞ്ഞത് ഒരു പരിധിവരെ അന്നത്തെ ആ സംഭവത്തിന് ശേഷം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളും ഏതാണ്ട് ഇത് തന്നെയാണല്ലോ. ഇത്രയും വിശദമായിട്ട് മുഖ്യമന്ത്രി വേദിയിൽ ഇരുത്തിയായിരുന്നു MTയുടെ വിമർശനം. വിമർശനം ആ സമയത്തും ഇതേപോലെ തന്നെ മാർ കൂറിലോസ് അതിൽ പ്രതികരണം, MTക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രതികരണമാണ് അന്ന് അദ്ദേഹം പുറപ്പെടുവിച്ചത്. പറഞ്ഞിരുന്നത്. പക്ഷെ ഇവിടെ മാർ കൂറിലോസ് ആരാണെന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഏറ്റവും പ്രസക്തമായ കാര്യം അതാണ്. ഈ ഗീവർഗീസ് മാർ കൂറിലോസ് എന്ന് പറയുന്ന യാക്കോബായ സഭയുടെ ഇപ്പോ പദവിയിൽ നിന്ന് ഒഴിഞ്ഞ് അദ്ദേഹം വിശ്രമ ജീവിതം, അല്ലെങ്കിൽ അദ്ദേഹം പദവിയിൽ നിന്ന് ഒഴിഞ്ഞു. പക്ഷെ പദവിയിൽ നിന്ന് ഒഴിഞ്ഞു എന്നതുകൊണ്ട് മാത്രം യാക്കോബായ സഭയിലോ കത്തോലിക്ക സഭയിലോ ഓർത്തഡോക്സ് സഭയിലോ അങ്ങനെയുള്ള അപ്പോസ്തലിക് സഭകളിലൊന്നും അവരുടെ മെത്രാപ്പൊലീത്ത സ്ഥാനം ഒന്നും മാറുന്നില്ല, അവർക്ക് അധികാരങ്ങൾ ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇദ്ദേഹം ഇപ്പോഴും മെത്രാപ്പൊലീത്ത തന്നെയാണ്. ഞാൻ ഒന്ന് ആലോചിക്കുന്നത്, കേരളത്തിൽ എത്ര മെത്രാപ്പൊലീത്തമാര് തുറന്ന മനസ്സോടെ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ എല്ലാ കാലത്തും ഇടതുപക്ഷത്തിന്റെ നയങ്ങളെ പിന്തുണയ്ക്കുകയും ഇടതുപക്ഷമാണ് യഥാർത്ഥ മനുഷ്യപക്ഷം എന്ന് പറയുകയും എന്റെ ഹൃദയപക്ഷമാണ് ഇടതുപക്ഷം എന്ന് വളരെ വ്യക്തമായി പറയുകയും ചെയ്യുന്ന എത്ര മെത്രാപ്പൊലീത്തമാരെ ഈ ഇടതുപക്ഷത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയും? അങ്ങനെ അത്യപൂർവമായി പരസ്യമായി തന്നെ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയും ഏത് ഘട്ടത്തിലും ഇടതുപക്ഷത്തിന്റെ നിലപാടുകളോട് ആദരം കാണിക്കുകയും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ആശയങ്ങളോട് എപ്പോഴും അടുപ്പം പുലർത്തുന്ന ഒരു വ്യക്തി ഒരു പ്രത്യേക ഘട്ടത്തിൽ, അതും ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയമായ ഒരു പരാജയത്തിന് ശേഷം ഇതല്ല ശരി, ഇങ്ങനെ പോയാൽ ഈ പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും. അങ്ങനെയല്ല, ഇത് ഇപ്പോൾ മാത്രമല്ല അദ്ദേഹം പറയുന്നതെന്നുള്ളതിന്റെ ഉദാഹരണമായിട്ടാണ് ഇപ്പോൾ ഈ MT പറഞ്ഞപ്പോഴും അദ്ദേഹം ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതല്ല രീതി എന്നുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം MTക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അന്നൊക്കെ അദ്ദേഹം സൂചനകൾ നൽകിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ അതിന്റെ പരിണത ഫലം കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതിൽ കൃത്യമായി തന്നെ ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് അത് വ്യക്തമാക്കുന്നു എന്നുള്ളതാണ്. അനുജ, അതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്രയും കാലം തങ്ങളോടൊപ്പം നിന്ന, തങ്ങളുടെ പക്ഷത്തോട് ചേർന്ന് നിന്ന, ഹൃദയം കൊണ്ട് എപ്പോഴും ഇടതുപക്ഷക്കാരനെന്ന് അവകാശപ്പെടുന്ന ഒരു വ്യക്തി ഇത്തരത്തിലുള്ള ഒരു വിമർശനം നടത്തുമ്പോൾ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ VD സതീശനോ സുധാകരനോ പറയുന്ന അതേ ലാഘവത്തിൽ, അല്ലെങ്കിൽ ആ രീതിയിൽ അതിനെ കണ്ട് ആ രീതിയിൽ അദ്ദേഹത്തിന് മറുപടി കൊടുക്കുന്നതിനകത്ത് ഒരു അനൗചിത്യമില്ലേ? ഒരു ഔചിത്യം വേണ്ടേ? എപ്പോഴും ആരോടാണ് ഞാൻ മറുപടി പറയുന്നത്? എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം? എപ്പോഴൊക്കെയാണ് അദ്ദേഹം, ഏത് ഘട്ടത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞത്? അതുകൊണ്ട് നിരന്തരം പാർട്ടിയെ വിമർശിക്കുന്ന, മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന, മന്ത്രിമാരെ വിമർശിക്കുന്ന ഒരു വ്യക്തിയെ ഇത്തരത്തിൽ ഈ പറഞ്ഞ കിറ്റും പ്രളയം എന്നൊക്കെ പറഞ്ഞ്, കിറ്റും പ്രളയം ഇനി വരില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള നിലയ്ക്കാണ്, ഒരു താക്കീതാണ്. അതുപോലുള്ള അനുകൂല സാഹചര്യങ്ങൾ എപ്പോഴും ഉണ്ടായി എന്ന് വരില്ല. അതുകൊണ്ട് നമ്മൾ സ്വയം നന്നാവുകയും സ്വയം മാറുകയും. അതിനെങ്ങനെയാണ് ഇങ്ങനെ ഒരു വ്യാഖ്യാനം നൽകാൻ കഴിയുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശ്രീ ജോർജ് പൊടിപ്പാറ. ഇനിയും ഇതൊക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ പുരോഹിതരുടെ കൂട്ടത്തിലുണ്ട്. അങ്ങനെ ഒരു വ്യാഖ്യാനം അതിനെങ്ങനെ വരുത്താൻ കഴിയും എന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് വലിയൊരു എഴുതാപ്പുറമാണ്. മുഖ്യമന്ത്രിയുടെ മനസ്സിൽ വിമർശിക്കുന്നവരെ എല്ലാം അവസാനിപ്പിച്ചു കളയുക. ഒരു വിമർശനത്തോടും ഞാൻ സഹിഷ്ണുത കാണിക്കില്ല, ഞാൻ എന്താ പറയാ തകർത്ത് കളയും. ആ വിമർശിക്കുന്നവരാരായാലും ശരി, അവരെത്ര കാലം തങ്ങളുടെ കൂടെ നിന്നവരായാലും ശരി, എന്നെ വിമർശിക്കുന്ന, എന്റെ സർക്കാരിനെ വിമർശിക്കുന്ന, എന്റെ മുന്നണിയെയും പാർട്ടിയും വിമർശിക്കുന്ന ഒരാളോടും ഒരു മയവും മര്യാദയും കാണിക്കില്ല. പണ്ടും കാണിച്ചിട്ടില്ല, ഒരിക്കലും കാണിച്ചിട്ടില്ല, ഇപ്പോഴും കാണിക്കുന്നില്ല. പക്ഷെ ഇത് ഇത്തിരി കടന്നുപോയി. കാരണം ഇത് കൂടെ നിന്നൊരു മനുഷ്യനാണ്. ഒരു കൂടെ നിൽക്കുന്ന മനുഷ്യന്, കൂടെ ചേർന്ന് നിന്ന് പിന്തുണയ്ക്കുന്ന ഒരു മനുഷ്യന് അത്യാവശ്യ ഘട്ടത്തിൽ, അല്ലെങ്കിൽ ആ പിന്തുണയ്ക്കുന്ന പ്രസ്ഥാനം അപജയത്തിലേക്ക് പോകുന്നു എന്ന തിരിച്ചറിവിൽ വൃണിത ഹൃദയനായി, ഹൃദയം നൊന്ത് ഒരു വിമർശനം ഉന്നയിക്കാനുള്ള അവകാശമില്ലേ? സ്വാതന്ത്ര്യമില്ലേ? അതിനെ ഈ രീതിയിലാണോ കാണുന്നത്? വിവേകമുള്ള മനുഷ്യര്, ഔചിത്യമുള്ള മനുഷ്യര്, നന്ദിയുള്ള മനുഷ്യര് ഈ രീതിയിൽ ഒരിക്കലും മുഖത്തടിക്കില്ല, മുഖത്തടിക്കുന്ന രീതിയിൽ സംസാരിക്കില്ല. അതാണ് താങ്കളുടെ നിലപാട്. ശ്രീ റെജി ലൂക്കോസ്, നേരത്തെ ശ്രീകുമാർ പറയുന്നുണ്ടായിരുന്നു ഇതൊരു നയത്തിന്റെ പ്രശ്നം കൂടിയാണ്, അത് ആ നയവുമായി ചേർത്ത് വെച്ച് കാണേണ്ടതാണ്. അതായത് യാക്കോബായ സഭ
പ്രഖ്യാപിച്ചിട്ടുള്ളൊരു നിലപാട്, അവർ സ്വീകരിച്ചിട്ടുള്ള നിലപാട് എന്നുള്ളത് കൂടി നമ്മൾ കണക്കിലാക്കി വേണം പ്രതികരണങ്ങൾ നൽകാനെന്ന്. ഇപ്പോൾ യാക്കോബായ സഭ ഈ മാർ കൂറിലോസിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പോലും കേരള കൗൺസിൽ ഓഫ് ചേർച്ചസിന്റെ നിലപാട് എന്താണ്? കത്തോലിക്ക സഭ ഒഴികെയുള്ള മറ്റ് സഭകളെല്ലാവരും ചേരുന്ന ഒന്നാണിത്. അവർ കൂറിലോസിന് പിന്തുണ നൽകുകയാണ്. അവർ പറയുന്ന ചില കാര്യങ്ങൾ, ഒരു ഭരണാധികാരി ഏകാധിപതിയാകുന്നത് അപകടകരമാണ്, വിമർശനം ഉൾക്കൊള്ളാത്തത് ഏകാധിപതികളുടെ പ്രത്യേകതയാണ്, LDF നേരിട്ട തിരിച്ചടിക്ക് ക്രൈസ്തവ സമൂഹത്തോട് സർക്കാരിൻ്റെ വിവേചനപരമായ ഇടപെടൽ ഉൾപ്പെടെ കാരണമാകുന്നുണ്ട്. പിന്നെ ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചൊക്കെ അതിലൊരു നടപടിയും ഉണ്ടാകാതെ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ അവരെടുത്ത് പറയുന്നുമുണ്ട്. അപ്പോൾ ആ തരത്തിലേക്കൊക്കെയുള്ള വിമർശനങ്ങൾ ഇതിൽ വരുമ്പോൾ അത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. ശ്രീ റെജി ലൂക്കോസ്, ഇത് ഒരു കൺസ്ട്രക്റ്റീവായ ഒരു വിമർശനം പറയുമ്പോൾ അതിനെ ആ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തത്, അല്ലെങ്കിൽ ചക്രവർത്തി നമ്മളെപ്പോഴും പറയുന്നത് പോലെ നഗ്നനാണ് എന്ന് വിളിച്ചു പറയാനുള്ള ആ ആർജവം കാണിക്കുമ്പോൾ അത് ഏത് തരത്തിലേക്ക് ഉൾക്കൊള്ളുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, അങ്ങനെയുള്ള വിശകലനമാണ് ഇപ്പോൾ ഇതിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഈ കിറ്റും മറ്റു കാര്യങ്ങളും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എന്നൊരു വ്യാഖ്യാനം എത്രത്തോളം നിലനിൽക്കും? അല്ല, ബഹുമാനപ്പെട്ട കൂറിലോസ് തിരുമേനിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമാണെന്നും അത് സഭയുടെ നിലപാടല്ലാന്നും യാക്കോബ സഭ കൃത്യമായ രീതിയിൽ നിലപാടെടുത്തപ്പോൾ പിന്നെ ഇവർ ഇവിടെ കിടന്ന് വിഷമിക്കേണ്ട ആവശ്യമില്ല. ശ്രീമാർ സാറും ജോർജ് സാറും അതിനെക്കുറിച്ച് മാനസികമായിട്ട് വിഷമിക്കേണ്ട, ആ സഭയുടെ നിലപാടോടെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഏകാധിപത്യത്തെക്കുറിച്ചൊരു വാക്കിന് പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചൊരു ചെറിയ വിശദീകരണം തരാം. അതായത് ഈ ഇന്ത്യ മഹാരാജ്യത്തെ 7 പതിറ്റാണ്ടോളം ആസ്വദിച്ച ജനാധിപത്യത്തെ ഒരു ഏകാധിപത്യത്തിലേക്ക് വഴിതിരിച്ചുവിടാനും ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭരണഘടന തന്നെ തിരുത്തുമെന്നും 1 ലീഡർ 1 നേഷൻ എന്നുള്ള കേജ്രിവാളിൻ്റെ ആശയമാണെങ്കിൽ പോലും അതിലേക്ക് മാധ്യമങ്ങളെ പോലും കൂച്ചുവിലങ്ങിട്ട് നയിക്കാനും ശ്രമിച്ച പിന്നെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭരണാധികാരിയും ആ സർക്കാരിനെയും ജനങ്ങൾ കടിഞ്ഞാനിട്ട് നിങ്ങൾ കണ്ടില്ലേ? യഥാർത്ഥത്തിൽ ഇവരൊക്കെ വിളിക്കേണ്ടത് ആ സർക്കാരിനെ അതിന് നേതൃത്വം കൊടുത്ത നരേന്ദ്രമോദിയല്ലേ? അന്ന് എന്തുകൊണ്ട് ഇവരാരും വിരലിച്ചുകൊണ്ടാതെ പിണറായി വിജയന് നേരെ ഏകാധിപതി എന്ന് പറയുന്നവർ ആ ഏകാധിപത്യത്തിന് മുമ്പിൽ പഞ്ചപുച്ഛം അടച്ച് ഭയന്ന് നിന്ന് എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ജനങ്ങൾ തിരുത്തി കൊടുത്തില്ലേ? എവിടെയാണ് പിന്നെ പിണറായി വിജയൻ ഏകാധിപതിയൊപ്പം പെരുമാറിയത്? പിണറായി വിജയൻ എന്ന് പറയുന്ന ഭരണകർത്താവ് യഥാർത്ഥ ഭരണകർത്താവ്. ലോകത്തിലെ ഭരണകർത്താക്കളെ നിങ്ങളൊന്ന് എടുത്തു നോക്കിയേ. ലോകത്തിലെ ഏത് ഭരണകർത്താവും ഇപ്പോൾ പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന രാജ്യങ്ങളിലൊക്കെ യുവ നേതൃത്വങ്ങളാണ് വരുന്നത്. അവരെല്ലാം കർശനമായ നിലപാടെടുക്കും. അത്തരം കർശനമായ നിലപാടുകളിലൂടെയാണ് ഒരു ഭരണാധികാരി യഥാർത്ഥ ഭരണാധികാരി. ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു വാചകം, BJPയേക്കാൾ ഉപരി കോൺഗ്രസിനെയും ഫാഷിസത്തിനെതിരെ ധീരമായി പോരാടിയ രാഹുൽ ഗാന്ധിയെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഇടതുപക്ഷ പ്രചാരണം മതേതര വിശ്വാസികളിൽ സംശയമുണ്ടാക്കി. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണത്. ഏകാധിപതിക്കെതിരെ താങ്കൾ യഥാർത്ഥ ഏകാധിപതി എന്ന് വിശേഷിപ്പിച്ചല്ലോ, അദ്ദേഹത്തിനെതിരെ ഉള്ള വിമർശനത്തെക്കാൾ കൂടുതൽ അതിപ്പോൾ അന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തൊക്കെ ഇത് കേട്ട ഏതൊരു സാധാരണക്കാരനും ഉണ്ടാകുന്ന സംശയം തന്നെയാണത്. ഇവിടെ മത്സരം LDFും UDFും തമ്മിലാണ് എന്നിരിക്കെ പോലും മുഖ്യമന്ത്രി തന്നെ ഒരു ഘട്ടത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടല്ലോ, ഈ തെരഞ്ഞെടുപ്പ് എങ്ങോട്ടേക്കുള്ള ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തലാകുമോ എന്ന ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണല്ലോ എന്നാണ്. ഇത് ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാകുമ്പോൾ ആ വിമർശനം ഇത്രയ്ക്ക് മൂർച്ചയേറിയതാക്കി രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും മാത്രം വയ്ക്കുകയും താങ്കൾ തന്നെ പറഞ്ഞ ഏകാധിപതിക്കെതിരെ അത്ര മൂർച്ചയില്ലാത്ത തരത്തിലേക്ക് വിമർശനം വയ്ക്കുകയും ചെയ്യുമ്പോൾ അത് മതേതര വിശ്വാസികളിൽ സംശയമുണ്ടാക്കിയെന്ന് പറയുന്നു. അതിൽ തെറ്റ് പറയാനാകുമോ? ഒന്ന് ഏകാധിപത്യം എന്നല്ല, ഏകാധിപത്യത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെന്ന് ഞാൻ പറഞ്ഞത്. ഞാനത് വളരെ വ്യക്തമായിട്ട് കോൺഗ്രസിനെ സംബന്ധിച്ചോളം നിങ്ങൾ ആലോചിക്കണം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ സീതാറാം യെച്ചൂരിയുടെ ഒക്കെ നേതൃത്വത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും കോൺഗ്രസും SP RJD അതുപോലെ തന്നെ ശരത് പവാറിന്റെ NCP പോലുള്ള ഘടകങ്ങളെല്ലാം ഒന്നിച്ചു നിർത്തിക്കൊണ്ട് ഈ പറയുന്ന രീതിയിലുള്ള ഒരു വണ്ടർഫുൾ, അതായത് അത്ഭുതകരമായിട്ടുള്ളൊരു വിജയം, ജനാധിപത്യം തിരിച്ചു പിടിക്കത്തിലുള്ള വിജയം ഉണ്ടാക്കിയത് ഇടതുപക്ഷത്തിൻ്റെ മുൻകൈയിലാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിനെ അനാവശ്യമായിട്ട് വിമർശിച്ചു, കോൺഗ്രസിനെ തേജോവധം ചെയ്യുന്നതൊക്കെ പറയുന്നത് തെറ്റാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസിനെ അദ്ദേഹം ഒരു വേദിയിൽ വിമർശിച്ചത്? ഇന്ത്യയുടെ പിന്നെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പോലും കരുതിക്കൊണ്ടിരുന്ന ഒരു വേദിയിലൊന്നുമല്ല ശ്രീ റെജി ലൂക്കോസ്, ഒരു വേദിയിലൊന്നുമല്ല. താങ്കൾ അങ്ങനെ അത് പറയരുത്. ഒരു വേദിയിൽ മാത്രമല്ല അദ്ദേഹം കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും വിമർശിച്ചിട്ടുള്ളത്. തുടർച്ചയായി അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ നമ്മളിൽ ചിലർ പോലും സംശയിച്ചു എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ വിമർശനങ്ങളാകട്ടെ, പക്ഷേ അവിടെ കൂടുതൽ വിമർശനത്തിന്റെ മുന കൂർപ്പിച്ചു വച്ചിരിക്കുന്നത് കോൺഗ്രസിന് നേർക്കും രാഹുൽ ഗാന്ധിക്ക് നേർക്കുമാണ്. രാഹുൽ ഗാന്ധിയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒക്കെയുള്ള വിമർശനമായിരുന്നു. ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെന്ന് അദ്ദേഹം തന്നെ പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് ഈ ഇന്ത്യ മുന്നണി എന്നുള്ളതിന്റെ ലക്ഷ്യം തന്നെ എന്താണ് എന്നൊക്കെയുള്ള സംശയം മതേതര വിശ്വാസികൾക്കുണ്ടായി. കേരളത്തിൽ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? പിണറായി വിജയൻ എങ്ങനെയാണ് അതിന് നേതൃത്വം നൽകുന്നത്?
അവിടാണ് അനുജയെ വക്രീകരിച്ച് പറയാന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ ചില അല്ല, എവിടെയാണ് മാധ്യമങ്ങൾ. വക്രീകരിച്ചത്? അതായത് എവിടെയാണ്? കേരളത്തിൽ വന്ന് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ഇഡി എന്തുകൊണ്ട് കേരളത്തിന് അല്ലത് കേട്ടോളൂ, ഞാനത് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. കേരളത്തിൽ വന്ന് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത ഇഡി എന്തുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തുകൂടാ എന്ന് BJP-ക്കാർ പോലും പറയാത്ത രീതിയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിനെ വിമർശിക്കേണ്ട ചുമതല കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഉണ്ടെന്നുള്ളൊരു ജനാധിപത്യ ബോധമുള്ള ആർക്കും മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിന് അത് പറയിപ്പിച്ചായിരിക്കും, അദ്ദേഹം പറയാൻ പാടില്ലായിരുന്നു. അതിനു മുമ്പ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രണ്ടുപേരും പറഞ്ഞു. പക്ഷേ ഈ രൂക്ഷമായ വിമർശനങ്ങൾ തുടർച്ചയായി ഉണ്ടായതിനു ശേഷമാണ് ആ രണ്ട് പേരും അങ്ങനെ ഒരു പരാമർശം നടത്തി. ആ പരാമർശവും നമുക്ക് യോജിക്കാൻ കഴിയുന്ന രീതിയിലല്ല. അത്തരം പരാമർശം അത് അപക്വമാണ് എന്ന നിരീക്ഷണം അന്ന് തന്നെ നമ്മൾക്ക് നടത്തുകയും ചെയ്തതാണ്. കാരണം ഇത് വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞ് ആ തെരഞ്ഞെടുപ്പിലേക്ക് മുന്നണിയായി മത്സരിക്കുമ്പോൾ ഇത്തരത്തിലേക്കുള്ള പരാമർശങ്ങൾ അത് അപക്വമാണ് എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ അതിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ്? ഇതിനു മുൻപൊക്കെയുള്ള തെരഞ്ഞെടുപ്പുകൾ താങ്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. അന്ന് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് പ്രചാരണം നടത്തുമ്പോൾ പോലും, ഇപ്പം ഇവിടെ കോൺഗ്രസിൽക്കാർ വിമർശിക്കുന്ന LDF-നെയും പിണറായി വിജയനെയും വിമർശിക്കുമ്പോൾ പോലും രാഹുൽ ഗാന്ധി അതിന് മുതിർന്നിട്ടില്ല എന്നുള്ളൊരു, താങ്കൾ അത് ഓർക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട സോണിയാഗാന്ധി ടൈംസ് ഓഫ് ഇന്ത്യയിൽ 2017 എൻ്റെ ഓർമ്മ, 2017 എഴുതിയ ഒരു വലിയ ലേഖനം, എഡിറ്റോറിയൽ ലേഖനം നമ്മളൊക്കെ ചർച്ചയിൽ കൊണ്ടുവന്നിട്ടുള്ള അന്ന് കേരളത്തിൽ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന, പിന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ പുറത്താക്കാനും ബലക്ഷയം വരുത്താനും പിന്നെ ഇഡി അല്ലെ കേന്ദ്ര ഏജൻസിനെ ദുർവിനിയോഗം ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സോണിയാഗാന്ധി ഒരു ലേഖനം എഴുതി. കാരണം ആ കാലത്ത് പറ്റിയായിരുന്നു ഇവരെ രണ്ടുപേരെ ഇഡി ചോദ്യം ചെയ്തത്. പക്ഷേ അന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ എന്താ പറഞ്ഞത്? നിങ്ങൾ ഡൽഹിയിലെ കാര്യം നോക്കിയാൽ മതി, ഞങ്ങൾ ഇവിടുത്തെ കാര്യം നോക്കിക്കോളാമെന്ന് പറഞ്ഞുകൊണ്ട് സോണിയാഗാന്ധിയുടെ ആ ലേഖനത്തെയും രാഹുൽ ഗാന്ധി കൽപ്പറ്റയിൽ നിന്ന് വിളിച്ചു പറഞ്ഞതിനെയും എതിർത്ത് സംസാരിച്ചവരാ. അങ്ങനെയുള്ള കേരളത്തിലെ കോൺഗ്രസിനെതിരെ ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയും ഈ പാർട്ടി നിശബ്ദരാണെന്നാണ് പറയുന്നത്. അതെന്തൊരു ന്യായമാണ്? ഇത്തവണ ഈ 1-2 മാസം മുൻപ് വരെ നമ്മൾ മുഖ്യമന്ത്രിയിൽ നിന്ന് കേട്ട വിമർശനത്തെ കുറിച്ചാണ് പറയുന്നത്. അവിടെ വിമർശനം രാഹുൽ ഗാന്ധിക്കെതിരെയായിരുന്നു. അതിന്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് മാത്രമാണ് വിമർശിച്ചത്. അത് വിമർശിച്ചേ പറ്റൂ. എന്തുകൊണ്ട്? അത് ആരാണ്? ഇന്ത്യയിലെ ഒരു ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ എല്ലാ മുഖച്ഛായ ഉള്ള ഒരു ഭരണകൂടത്തെ പുറത്താക്കാൻ വേണ്ടിയിട്ട് കഠിനമായി നേതാവ് വന്ന് ഈ ഫാഷിസത്തിനെതിരെ ധീരമായി പോരാടിയ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ടാർഗറ്റ് ചെയ്യുന്നു. BJP-യേക്കാൾ ഉപരി ഇത് മതേതര വിശ്വാസികളിൽ സംശയമുണ്ടാക്കിയെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അല്ല, അതിന് വ്യക്തമായ മറുപടി പറയാം. ജോഡോ യാത്ര കന്യാകുമാരി നിന്ന് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധി തുടങ്ങി. അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നപ്പോൾ പിന്നെ ഒരു ചെറിയ വിമർശനങ്ങൾ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ആരോ ഇട്ടപ്പോൾ അന്ന് ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ് പറഞ്ഞതെന്താ? അത് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ, അവർ ഈ ജോഡോയാത്ര നടത്തട്ടെ, നമ്മളതിനെ വിമർശിക്കണമെന്നാണ് ചോദിച്ചത്. എത്ര ക്ലാസിക്കായിട്ട്, എത്ര മനോഹരമായിട്ടാണ് അതിന് മറുപടി കൊടുത്തത്. അന്നൊക്കെ രാഹുൽ ഗാന്ധിക്കെതിരെ ഒരു വാക്കുപോലും വേണ്ടിയിട്ടില്ല. രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഈ സംസ്ഥാന സർക്കാരുകളെ അപ്രീഷിയേറ്റ് ചെയ്തപ്പോഴും അല്ലാത്ത സാഹചര്യത്തിലൊന്നും അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടില്ല. അദ്ദേഹം വന്നിട്ട് വളരെ ഒരിക്കലും ദേശീയ മാധ്യമങ്ങളോട് റിപ്പോർട്ട് ചെയ്തു. എന്ത് കണ്ടുകൊണ്ടാണ് അദ്ദേഹം പിന്നെ ഒരു BJP-യുടെ മുഖ്യമന്ത്രിയാണെങ്കിൽ പോലും പറയാത്ത രീതിയിൽ അദ്ദേഹം ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചത് പറയുമ്പോൾ അദ്ദേഹത്തിനെ വിമർശിക്കണ്ടേ? അത് കേട്ടോണ്ടിരിക്കണോ? അത് എന്തൊരു വിചിത്രമാണ്. അങ്ങനെ തന്നെയല്ലേ ശ്രീകുമാർ? ആ വിമർശനം ഇപ്പോൾ എന്തുകൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം പ്രിയങ്ക ഗാന്ധി ഉന്നയിക്കുന്നുണ്ട്, രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നുണ്ട്. ഈ ചോദ്യം എപ്പോഴാണ് ഉയർന്നു വന്നത്? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി തുടർച്ചയായി രാഹുൽ ഗാന്ധിക്കെതിരെ വിമർശനം ഉന്നയിച്ച് കഴിഞ്ഞ ഒരു ഘട്ടം എത്തുമ്പോഴാണ് അദ്ദേഹം അങ്ങനെ ഒരു പരാമർശം നടത്തുന്നത്. നോക്കൂ, അതിലെ നിങ്ങൾ പറയുന്ന അനുജ പറയുന്നത് വളരെ ശരിയാണ്. കാരണം ഇന്ത്യ മുന്നണി കേരളത്തിലില്ല എന്ന് ഇവിടുത്തെ CPM പ്രഖ്യാപിച്ചു, കേരളത്തിലെ CPM പ്രഖ്യാപിച്ചു. കോർ കമ്മിറ്റിയിൽ നിന്ന് അവർ മാറി നിന്നു. ഇവിടെ ഇടതുപക്ഷവും കോൺഗ്രസ് മുന്നണിയും തമ്മിൽ, UDF തമ്മിൽ ആ മത്സരം എന്ന് പറഞ്ഞു. ആ മത്സരത്തിൻ്റെ ഒരു ഘട്ടം എത്തിയപ്പോഴാണ് രാഹുൽ ഗാന്ധിക്കെതിരെ CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രസംഗം തിരിച്ചുവിട്ടത്. അങ്ങനെ വിട്ടപ്പോൾ പലരും ഇവിടുത്തെ UDF അമ്പരുന്നില്ല. കാരണം ഇവിടെ UDF-ൻ്റെ ഒരു ശത്രു LDF ആണല്ലോ. പക്ഷേ ഇടതുപക്ഷത്തെ ഇഷ്ടപ്പെടുന്ന പലരും അപ്പോൾ അമ്പരുന്നു. അങ്ങനെ നിരന്തരമായി രാഹുൽ ഗാന്ധി ആക്രമിക്കപ്പെട്ടപ്പോൾ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അദ്ദേഹം വയനാട് സ്ഥാനാർത്ഥിയായിരുന്നു. അങ്ങനെ വന്നപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞ എന്താണ്?
പല മുഖ്യമന്ത്രിമാരും BJPയുടെ രൂക്ഷമായ ആക്രമണത്തിന് വിധേയരായിരിക്കുമ്പോൾ കേരള മുഖ്യമന്ത്രി സുരക്ഷിതനായിരിക്കുന്നു. ഈ സുരക്ഷിതനായിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തെ പിടിച്ച് ജയിലിലിട്ടില്ല എന്ന രീതിയിലേക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിൽ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പിണറായി വിജയൻ പറഞ്ഞ ശേഷമാണ് അത് എന്തുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞു കേരളത്തിൽ ഇന്ത്യ മുന്നണിയില്ല. അതുകൊണ്ടാണ് കൂർലോസ് തിരുമേനിക്ക് ഓർമ്മിപ്പിക്കേണ്ടി വന്നത് രാഹുൽ ഗാന്ധിയാണ് ദേശീയ തലത്തിൽ BJP വിരുദ്ധ വർഗീയ വിരുദ്ധ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്നത്. ആ രാഹുൽ ഗാന്ധിയെ നിങ്ങൾ എന്തിനു വിമർശിക്കുന്നു? അപ്പോൾ നിങ്ങളിലെ വർഗീയത നിങ്ങൾ എതിരാണ് എന്ന് പറയുന്നത് ജനം എങ്ങനെ വിശ്വസിക്കും? അതുകൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമുക്കറിയാമല്ലോ മുസ്ലിം സമുദായത്തിനെ കുറിച്ച് അദ്ദേഹം എന്താ പറഞ്ഞത്, ക്രിസ്ത്യൻ സമുദായത്തെക്കുറിച്ച് പലവട്ടം എന്താ പറഞ്ഞത്. ഇന്ന് നോക്കൂ, കേരള KNMൻ്റെ ഹുസൈൻ മടവൂരും അതുപോലെ തന്നെ സമസ്തയും എല്ലാവരും ഇന്ന് ആ CPMനോട് അനുഭാവം മാറ്റിവെച്ചിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് വരെ CPMനോട് അനുഭാവം പുലർത്തിയിരുന്ന പല മുസ്ലിം സംഘടനകളും ഇപ്പോൾ രാഹുൽ ഗാന്ധി വർഗീയതയ്ക്കെതിരെ പോരാടി ഇന്ത്യ മുന്നണിയിലെ അധികാരത്തിലെത്തിച്ചില്ലെങ്കിലും നരേന്ദ്രമോദിയെ നൂൽപ്പാലത്തിലൂടെ നടത്തി അങ്ങനെ ഒരു ആടുന്ന മന്ത്രിസഭയാക്കി മാറ്റാൻ നേതൃത്വം കൊടുത്ത രാഹുൽ ഗാന്ധിക്കൊപ്പം മതേതര മനസ്സും ഇടതുപക്ഷ മനസ്സും നിൽക്കും. കൂർലോസ് തിരുമേനി പറഞ്ഞത് ഞാനൊരു ഇടതുപക്ഷ മനസ്സുള്ള ആളാണെന്നാണ്. കൂർലോസ് തിരുമേനി കേരളത്തിലെ ഇടതുപക്ഷത്തെക്കുറിച്ച് മാത്രമല്ല പറഞ്ഞത്. കേരളത്തിലെ ഇടതുപക്ഷത്തെക്കുറിച്ച് കൂർലോസ് തിരുമേനിക്ക് അങ്ങനെ കൃത്യമായി പറയാൻ കഴിയില്ല. കാരണം കർണാടകത്തിലെ BJP മുന്നണിയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച JDSൻ്റെ മന്ത്രി കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി സംശുദ്ധമായ ലെഫ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ തിരുമേനിയെ പോലെ കഴിയില്ല. നമ്മൾ ആ തരത്തിലേക്ക് അതിനെ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇപ്പോൾ ഇതൊരു വിമർശനമാണ്, അത് ക്രിയാത്മക വിമർശനം എന്ന തരത്തിലേക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതേ ഉള്ളൂ ഈ ഫേസ്ബുക്ക് കുറിപ്പ്. ഇപ്പോൾ അല്പസമയം മുൻപ് അദ്ദേഹം ഡൽഹിയിൽ പിണറായി വിജയൻ എത്തിയിട്ടുണ്ട് പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ പങ്കെടുക്കാൻ. അവിടെ മാധ്യമങ്ങൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ഇപ്പോഴാണോ അറിയുന്നത്, ഡൽഹിയിൽ നല്ല ചൂടാണല്ലോ എന്നൊക്കെയുള്ള മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ പ്രസംഗം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ഒരു തിരുത്തലിലേക്ക് പോകില്ല എന്നുള്ളതാണോ? ഇനിയും തിരുത്താൻ തയ്യാറാകില്ല, അങ്ങനെ ഒരു അറ്റ കൈ എന്ന തരത്തിലേക്ക് അദ്ദേഹം പോകില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അനുജ, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ് എന്ന് ഈ റെജി ലൂക്കോസ് പറയുന്നത് ശരിയാണ്. അദ്ദേഹത്തിന് അദ്ദേഹമാകാനേ കഴിയുള്ളൂ. അദ്ദേഹത്തിന് ഓൾ ടുഗദർ ചേഞ്ച് ഒന്നും പറ്റില്ല. അദ്ദേഹത്തിന്റെ ഒരു ശൈലിയും അദ്ദേഹത്തിന്റെ ഒരു രീതിയും അതാണ്. ഇത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. മാത്രമല്ല, ഒരിക്കലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തെറ്റായി പോയി എന്ന് പറഞ്ഞ് ആ ഘട്ടത്തിൽ പറഞ്ഞതാണ് എന്ന രീതിയിൽ ഏതെങ്കിലും രീതിയിൽ ഒരു തിരുത്തലിന് ഇതിനു മുമ്പൊരു മെത്രാനെ കുറിച്ച് പറഞ്ഞതും ഇതിനു മുമ്പ് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളെ കുറിച്ച് പറഞ്ഞു ആ വാക്കുകളൊന്നും നമ്മളിവിടെ ആവർത്തിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ മലയാളികൾക്ക് മുഴുവൻ അറിയാവുന്നതാണ്. പക്ഷെ ഒരു പ്രത്യേക നിമിഷത്തിൽ ഒക്കെ ചിലപ്പോൾ നമ്മൾ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക്, ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ സമ്മർദ്ദങ്ങളിൽ, അദ്ദേഹത്തിന്റെ ആ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ചിലപ്പോൾ ആ പ്രയോഗമൊക്കെ നടത്തിയെന്ന് വരാം. നടത്തിയതിലല്ല, പക്ഷെ ആ നടത്തിയത് ഇപ്പോഴും ശരിയാണെന്ന് വിശ്വസിക്കുകയും അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ എനിക്ക് ഒരു മടിയുമില്ല, അതാണ് എന്റെ ശൈലി എന്ന് നമ്മളെ വീണ്ടും പേർത്തും ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നിടത്താണ് പ്രശ്നം. അത് സത്യം പറഞ്ഞാൽ ഇടതുമുന്നണിക്ക് റെജി ലൂക്കോസ് എന്ത് വിചാരിച്ചാലും കുഴപ്പമില്ല, ഇടതുമുന്നണി നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഞങ്ങളിൽ പലരും അങ്ങനെ ഇടതുമുന്നണി ഇവിടെ ഉണ്ടാകണം, ഒരു എന്താ പറയാ, ഈ രണ്ട് പാർട്ടികളും ഈ രണ്ട് മുന്നണികളും കേരളത്തിന്റെ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ കേരളത്തെ കേരളമാക്കി നിലനിർത്താൻ ഇത് ബാലൻസ് ചെയ്ത് നിൽക്കേണ്ട രണ്ട് മുന്നണികളാണ്. അത് തമ്മിൽ തല്ലി ചാവേണ്ടവരല്ല, പരസ്പരം പറയാവുന്നതിനപ്പുറത്ത് പറഞ്ഞ് സ്വയം നശിക്കേണ്ടവരല്ല എന്ന തിരിച്ചറിവുകൊണ്ട് കൂടിയിട്ടാണ് ക്രിയാത്മകമായ വിമർശനങ്ങളെ ആ ഒരു സഹിഷ്ണുതയോട് കൂടി കാണണം. അതാണ് ഉചിതം, അത് മുന്നണിക്ക് നല്ലതാണെന്ന് പറഞ്ഞു. ഇപ്പൊ നേരത്തെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞു, രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യാത്തത് എന്തേ പിണറായി വിജയൻ എന്ന് ചോദിച്ചു. എന്റെ പൊന്നു റെജി ലൂക്കസ്, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആ ഒരു ഘട്ടത്തില് ആ CAA വിഷയത്തിലൊക്കെ ആ CAA കൊണ്ടുവന്ന BJPയെ എതിർത്തതിലും എത്രയോ പരുഷവും എത്രയോ രൂക്ഷവുമായിട്ടാണ് നിങ്ങൾ കോൺഗ്രസിനെ പറഞ്ഞു. കോൺഗ്രസ് ആ വിഷയത്തിൽ പാർലമെന്റിൽ സംസാരിച്ചില്ല. ആ സമയത്ത് കോൺഗ്രസ് അംഗങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് അതേക്കുറിച്ച് ഒരിക്കൽ പോലും കേരളത്തിൽ സംസാരിക്കുന്നില്ല, രാഹുൽ ഗാന്ധി സംസാരിക്കുന്നില്ല, സോണിയാഗാന്ധി സംസാരിക്കുന്നില്ല. എത്രയോ വട്ടം പറഞ്ഞു. ലോക്സഭയിൽ ആ ബില്ല് അവതരിപ്പിച്ച ആദ്യം സംസാരിച്ചത് ഇന്നയാളാണ്. എന്നിട്ടും കേരളത്തിൽ അത് നൂറുകണക്കിന് വേദികളിൽ ഈ CAA വിഷയത്തിന്റെ പിതൃത്വം അവകാശപ്പെട്ട്, നിങ്ങൾ പിതൃത്വം അവകാശപ്പെടുമ്പോഴും കോൺഗ്രസ് അതിന് നേരെ വിപരീത നിലപാടെടുത്ത് നിന്നു എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതിനകത്തൊരു വലിയ ദുരുദ്ദേശമില്ലേ?
ഞങ്ങളും കോൺഗ്രസും കൂടി പക്ഷേ പക്ഷെ അതൊക്കെ കുറെ ആ കൂടി നിലപാടൊക്കെ ശക്തമായിട്ട് തിരിച്ചടിച്ചു എന്നുള്ളതല്ലേ ഫലം വ്യക്തമാക്കുന്നത് ആണ് ശ്രീ സത്യം. ജോർജ് പൊടിപ്പാറ. അത് ഗുണം ചെയ്തത് തിരിച്ചറിയുന്നില്ല. ആർക്ക്? അത് അപ്പോഴും അനുജ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. അതായത് ആ ഘട്ടത്തിൽ പോലും സഹികെട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ സഹികെട്ട് മടുത്തപ്പോഴായിരിക്കാം ഒരുപക്ഷെ കോഴിക്കോട് കടപ്പുറത്തെ ആ യോഗത്തിൽ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പാണ്, എപ്പോഴും നിങ്ങൾ ഇങ്ങനെ ഇടതുമുന്നണിയെ വെറുതെ തഴുകി വിടുന്നതുകൊണ്ട് കാര്യമില്ല, രാഷ്ട്രീയമായിട്ട് ഗുണം ചെയ്യില്ല, താങ്കളെ നിരന്തരം ആക്രമിക്കുന്നു, എന്തെങ്കിലും മറുപടി പറഞ്ഞ് മതിയാവൂ എന്നുള്ളൊരു ഘട്ടത്തിലായിരിക്കാം രാഹുൽ ഗാന്ധി അന്ന് ഇത്രയും പച്ചയ്ക്ക് എന്തുകൊണ്ട് പിണറായിയെ BJP വെറുതെ വിടുന്നു, അല്ലെങ്കിൽ അദ്ദേഹം സുരക്ഷിതനായിരിക്കുന്നു എന്ന ചോദ്യം ചോദിച്ചു. പക്ഷെ അതുപോലും വേണ്ടായിരുന്നു എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. അത് അബദ്ധമായി പോയി എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ പലതും പറഞ്ഞു. ഇപ്പൊ അനൂജ് അത് ആവർത്തിച്ചു. ആ ആ ആ ചിന്താഗതി തന്നെയാണ് എനിക്കും. രാഹുൽ ഗാന്ധിയുടെ ലെവലും പിണറായി വിജയന്റെ ലെവലും ഒക്കെ വ്യത്യാസമുണ്ട്. രാഹുൽ ഗാന്ധി ഒരു ദേശീയ നേതാവാണ്. അദ്ദേഹം ഇടതുമുന്നണിക്ക് അല്ലെങ്കിൽ ഈ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്നയാളാണ്. ഇന്ത്യ മുന്നണിയുടെ ഇന്റഗ്രൽ പാർട്ടാണ് കേരളത്തിൽ അല്ലെങ്കിൽ പോലും ഈ ഇടതുമുന്നണി, ഈ കക്ഷികൾ CPM ഉം CPI യും CPIM എല്ലാം. ആ സാഹചര്യത്തിൽ അതിന്റെ ഒരേ ഒരു മുഖ്യമന്ത്രിയെ കുറിച്ച് എന്തുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തെ എന്തുകൊണ്ട് വെറുതെ വിടുന്നു എന്നുള്ള ചോദ്യം ആണെങ്കിൽ പോലും ആ ചോദ്യം ചോദിക്കേണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ആ ചോദ്യം കേരളത്തിലെ പല മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും പറയുകയും ചെയ്തു. പക്ഷെ എങ്കിലും അതില് പിണറായി വിജയൻ ഒരു ശുദ്ധാത്മാവായിട്ട് നിഷ്കളങ്കനായ പിണറായി വിജയന്റെ നേരെയൊന്നും അല്ല രാഹുൽ ഗാന്ധി ആ വിമർശനം അഴിച്ചുവിട്ടത് എന്നുകൂടിയെങ്കിലും നിങ്ങൾ ഉൾക്കൊള്ളണം. ഒരു പ്രത്യേക ഘട്ടത്തിലാണ്. അതൊരു പാർട്ടിയുടെ നേതാവല്ലേ, കേരളത്തിൽ ആ പാർട്ടി ആരോടാ നേരിടുന്നത്? അപ്പൊ ഒരു ഉരുളയ്ക്കുപ്പേരി അല്ലെങ്കിൽ ടിറ്റ് ഫോർ ടാറ്റ് എന്നുള്ള നിലയ്ക്ക് കാണുന്നു. പക്ഷെ അതുണ്ടായതോടുകൂടി രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന മനുഷ്യൻ ലോകത്തിൽ ഏറ്റവും കൊള്ളരുതാത്തവൻ, ഞാനതിന് മറുപടി പറയണ്ട, അദ്ദേഹത്തിന്റെ പഴയ പേരിലേക്ക് പേര് പറയാൻ എന്നെ നിർബന്ധിതനാക്കരുത്. ഏതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞാണോ, ഈ പറഞ്ഞ വാക്കാണോ, മുഖ്യമന്ത്രിയുടെ മറുപടിയാണോ, ഏതാ കൂടുതൽ? ഒന്ന് ആലോചിച്ച് നോക്ക് റജി. അതെ, ആ പേര് അദ്ദേഹത്തെ ഇട്ട് വിളിച്ചുകൊണ്ടിരുന്നത് ആരാണ് എന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ആവർത്തിച്ച് പറയുന്നത് എന്തിനാണത്? ഒരു കാരണവശാലും ഒരു പക്വതയുള്ള നേതാവിന് യോജിച്ചതല്ല, അതിനൊരു സംശയവുമില്ല. നേരത്തെ ജോഡോ യാത്രയെ കുറിച്ച് പറഞ്ഞു റജി ലൂക്കോസ്, അത് തിരുത്താൻ ശ്രമിച്ചു. കണ്ടെയ്നർ യാത്ര എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച നിങ്ങളുടെ ചെറിയ നേതാക്കൾ വല്ലവരുമാണ്. ഇപ്പൊ ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് കുറ്റബോധം തോന്നേണ്ടത് ആ ഒരു മനുഷ്യൻ നടത്തിയ ആ ജോഡോ യാത്രയുടെയും വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ കട തുറക്കുമെന്ന് പറഞ്ഞ ആ വാക്കുകളൊക്കെ UP അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് സൃഷ്ടിച്ചത്? ഇന്ത്യയിലെ എത്രയോ കോടി ജനങ്ങൾ ആ മെസ്സേജ്, ആ വിഭജനത്തിന്റെ രാഷ്ട്രീയത്തിന്, വേർതിരിവിന്റെ രാഷ്ട്രീയത്തെ, വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് പകരം ആ സ്ഥാനത്ത് കുറെ കൂടി ഭരണഘടനയെ ആദരിക്കുന്ന, ജനാധിപത്യത്തെ വിലമതിക്കുന്ന, മതേതരത്വത്തെ ഉൾക്കൊള്ളുന്ന ഒരു പുതിയ രാഷ്ട്രീയത്തെ പ്രതിഷ്ഠിച്ച് ഇന്ത്യയെ മാറ്റിയെടുക്കാൻ ആ മനുഷ്യന്റെ യാത്രകൾ ഇത്രയെങ്കിലുമൊക്കെ സഹായിച്ചതിന് നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. അതല്ലായിരുന്നു ഈ കാലഘട്ടത്തിന്റെ ആവശ്യം. 100% അല്ലെങ്കിലും അദ്ദേഹം ഒരു 60% വിജയിച്ചു എന്നുള്ള ഒരു സത്യല്ലേ. അതെ, ഞാൻ ഒരു ഇടവേള കൂടി ശ്രീ റെജി ലൂക്കോസ്, ഇത് ഈ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും തമ്മിലുള്ള ഒരു താരതമ്യം എന്ന തരത്തിലേക്കാണ് മാർ കൂർലോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് നമുക്കൊക്കെ അറിയാവുന്ന പോലെ പ്രളയവും കോവിഡും എല്ലാം. അതിൽ വളരെ നന്നായി തന്നെയാണ് അന്ന് പിണറായി സർക്കാർ ജനങ്ങളെ ചേർത്ത് പിടിച്ചത് എന്നുള്ളതിന് ഒരു തർക്കവുമില്ല. അപ്പോൾ അത് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. പക്ഷേ അതൊരിക്കലും ഒരു വോട്ടിന് ആയുധമാകാൻ പാടുള്ളതുമല്ല, കാരണം അത് സർക്കാരിന്റെ കടമയാണ്. ഈ രണ്ടാം പിണറായി സർക്കാരിന് സംഭവിച്ചത് എന്താ എന്നതാണല്ലോ അദ്ദേഹം ഒരു കൃത്യമായി ഭരണവിരുദ്ധ വികാരം എന്ന് തന്നെ പറയുന്നു. ഇനി സുപ്രഭാതത്തിന്റെ എഡിറ്റോറിയൽ താങ്കൾ കണ്ടോ എന്ന് എനിക്കറിയില്ല. ഇന്നലത്തെ എഡിറ്റോറിയൽ ഇതിനേക്കാൾ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ്. അതിൽ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം എന്ന് തന്നെ എടുത്തു പറയുകയാണ്. അതിൽ തുടങ്ങി SFIയുടെ അക്രമ രാഷ്ട്രീയം വരെ നീളുന്ന എണ്ണി പറയാവുന്ന ഒരുപാട് ഘടകങ്ങളുടെ അനന്തരഫലമാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ജനം എഴുതിയ വിധി എന്ന് പറഞ്ഞുകൊണ്ട് താഴേക്ക് ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അതിൽ ഇപ്പോൾ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ്, ആരോഗ്യ മേഖല, വിദ്യാഭ്യാസം, ഇതെല്ലാം താറുമാറായി പോയി എന്ന് പറയുന്നു. കൂടാതെ ക്ഷേമ പെൻഷൻ മുടങ്ങിയത്, അങ്ങനെ ഈ സഹകരണ മേഖലയിലെ അഴിമതി, ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അവസാനിക്കുന്ന വരി ഇങ്ങനെയാണ്: ജനങ്ങൾക്കൊപ്പം അല്ലാത്തൊരു രാഷ്ട്രീയ പാർട്ടിക്കും നേതാവിനും നിലനിൽപ്പില്ല എന്ന് അടിവരയിടുന്നു ഈ തെരഞ്ഞെടുപ്പ് പാഠം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മുഖപ്രസംഗം അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റൊരു വേർഷനാണ്, കുറച്ചുകൂടി ലളിതവത്കരിച്ചതെന്ന് വേണമെങ്കിൽ പറയാം, മാർ കൂർലോസിൻ്റേത്. അപ്പോൾ ഇതൊരു ക്രിയാത്മക വിമർശനമായി എടുത്തുകൊണ്ട് ഒരു മുന്നോട്ട് പോകാതെ പ്രതീക്ഷിക്കാൻ കഴിയുമോ? വളരെ ചുരുക്കി. അല്ല, ക്രിയാത്മകമായിട്ടുള്ള ഒരു വിമർശനമല്ലാന്ന് ആരെങ്കിലും പറഞ്ഞു. ഇപ്പം സമസ്ത എടുത്തിരിക്കുന്ന നിലപാടുകൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് തെരഞ്ഞെടുപ്പുകാരത്ത് എന്നാന്നുള്ളൊരു കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. അവർക്ക് വ്യത്യസ്തമായിട്ട് നിലപാടെടുത്ത് അതിനെ ആരാണ് വിമർശിക്കുന്നത്? വിമർശനാത്മകമായിട്ടുള്ള സമീപനത്തിന് ഒരിക്കൽ പോലും അസഹിഷ്ണുത ഉണ്ടാകാൻ പാടില്ല. ഞാൻ ചോദിക്കട്ടെ, ബഹുമാനപ്പെട്ട ആരാധ്യനായിട്ടുള്ള കൂർലോസ് തിരുമേനിയോട് ഈ കോൺഗ്രസ്സുകാർക്ക് എന്നാണ് ഇത്ര പ്രിയം തോന്നിയത്?
എൻ്റെ പ്രിയപ്പെട്ട ജോർജ് പൊടിപ്പാർ സാറിനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. അദ്ദേഹത്തിൻ്റെ സഖാവ് കൂർലോസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അല്ലാതെ നിങ്ങളുടെ നേതാക്കന്മാരിൽ അദ്ദേഹത്തിനെ വിളിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഇപ്പോൾ നിങ്ങൾ അദ്ദേഹത്തിനോട് കാണിക്കുന്ന ഈ താല്പര്യം കാണുമ്പോൾ ചിരിക്കണോ കരയണമെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് നിലപാട് വരും. പക്ഷേ അദ്ദേഹം പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇപ്പം അനുജ സൂചിപ്പിച്ചു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് പ്രളയവും അതുപോലെ തന്നെ പാൻഡമിക് ഉണ്ടാകാത്ത നമ്മുടെ മഹാഭാഗ്യല്ലേ. അല്ലെന്നേ, അത് താരതമ്യം വരുമ്പോ അതിനപ്പുറത്തേക്ക് ഇപ്പൊ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് സാധാരണക്കാർക്ക് ക്ഷേമ പെൻഷൻ മുടങ്ങുന്നു. ഇത് ആദ്യമായി, ഇപ്പൊ ഈ ചരിത്രത്തിൽ ആദ്യമായി എന്ന് പറഞ്ഞ സുപ്രഭാത എഡിറ്റോറിയൽ ഉള്ളതാണ്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങുന്നു. ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ. അതുപോലെ സപ്ലൈകോയിൽ സാധനങ്ങളില്ലാതെ വരുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ, സാധാരണക്കാരെ ബാധിക്കുന്ന കുറേ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട്, കൂടാതെ മറ്റ് വിഷയങ്ങളുണ്ട്. അതിൽ ഈ സഹകരണ ബാങ്ക് അഴിമതി ഉൾപ്പെടെ ഇതെല്ലാം ഒന്നും നമുക്ക് നിഷേധിക്കാൻ കഴിയുന്നതല്ലല്ലോ റെജി ലൂക്കോസ്. അല്ല അനുജ, പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. കേവലം 600 രൂപ, അതും അവസാന നാളിൽ അത് വർദ്ധിപ്പിച്ച് UDF 18 മാസം ഈ പറയുന്ന പെൻഷൻ കൊടുത്തിട്ടില്ല. 1600 വർദ്ധിപ്പിച്ചു തരാ ഈ ഒന്നാം പിണറായി സർക്കാരാണ്. 3-4 മാസം കൊടുത്തില്ലാത്തതിന്റെ പേരിൽ ഇവിടെ എന്തെല്ലാം രീതിയിൽ പറ. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ട്? അല്ല അനുജ കൊടുത്തിരിക്കട്ടെ പ്ലീസ്. അതാ എന്തുകൊണ്ടാണ് അത് കൊടുക്കാനായിട്ട് താമസിച്ചത്? രാഷ്ട്രീയ ശത്രുതയുടെ പേര് കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനും വരിഞ്ഞു മുറുക്കാനും ഒരു കേന്ദ്ര സർക്കാർ കിട്ടാവുന്ന പൈസ, കൊടുക്കേണ്ട പൈസ പോലും കൊടുക്കാതെ വരിഞ്ഞു മുറുക്കുമ്പോൾ എന്തുകൊണ്ടാണ് ജനങ്ങൾക്ക് അതിലുള്ള ഒരു പ്രതിഷേധം അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചുവെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? വ്യക്തിപരമായുള്ള അഭിപ്രായം എന്താണ്? ഞാനതിനെ ന്യായീകരിച്ച് പറയാൻ തോന്നുന്നില്ല. എനിക്കൊരു കാര്യം പറയാം. വോട്ടിൻ്റെ ഷെയർ അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ 6% UDF കുറയുകയും BJP കൂടുകയും 1% LDF കുറയുകയും ചെയ്തു. ജനങ്ങളുടെ വികാരങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ടാകും. ദുഷ്പ്രചരണങ്ങൾ നടക്കുമ്പോൾ അതിനകത്ത് വീണ് പോകുന്ന കുറേ ജനങ്ങളുണ്ട്. അതുകൂടാണ്ട് തന്നെ ഇവിടുത്തെ ന്യൂനപക്ഷ സമൂഹങ്ങളെല്ലാം വക്രീകരിച്ച് മനംമാറ്റം ഉണ്ടാക്കാൻ ശ്രമിച്ചതൊക്കെ ഇതിനെ പ്രതിഫലിക്കുക. ഞാൻ അതിനെ നിഷേധിക്കുന്നില്ല. അത് നിഷേധിക്കുന്ന ഒരു മാന്യമായ ചർച്ചയാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. പിണറായി വിജയൻ, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന വ്യക്തിയുടെ സേവനങ്ങളെ ഞങ്ങൾ ആരും കുറച്ച് കാണത്തില്ല. കോൺഗ്രസ് നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉപാധിയാണ് ഞങ്ങൾ ഇടതുപക്ഷക്കാർ. അത്തരത്തിലേക്ക് ക്രിയാത്മകമായ വിമർശനത്തെ അതേ രീതിയിൽ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു തിരുത്തൽ, അതാണ് പ്രതീക്ഷിക്കുന്നത് ജനം എന്നുള്ളതാണ് ഈ സർക്കാരിൽ നിന്ന്, LDF നിന്ന്. വളരെ നന്ദി ശ്രീ റെജി ലൂക്കോസ്, ശ്രീ N. ശ്രീകുമാർ, ശ്രീ ജോർജ് പൊടിപ്പാറ ന്യൂസ് ഈവനിങ്ങിൽ പങ്കെടുത്തതിന്.